നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. നെടുങ്കണ്ടം രാമക്കൽമേട്ടിൽ ഹോം സ്റ്റേ ഉടമയുടെ നേതൃത്വത്തിൽ വിനോദസഞ്ചാരികളെ വളഞ്ഞിട്ട് ആക്രമിച്ചതായി പരാതി. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 12 പേർക്ക് പരിക്കേറ്റു. അതേസമയം വിനോദസഞ്ചാരികൾ തങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയതെന്ന് ഹോം സ്റ്റേ അധികൃതർ. കട്ടപ്പന നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ പഴകിയ മാംസം പിടികൂടി. ചട്ടവിരുദ്ധമായി വിൽപ്പന നടത്തിയതും പഴകിയതുമായ മാംസം പിടികൂടി നശിപ്പിച്ചത് 20 ഏക്കറിൽ പ്രവർത്തിക്കുന്ന കൊട്ടാരം ഫ്രഷ് മാർട്ടിൽ നിന്ന്. പാറത്തോട്ടിലും പരിസര പ്രദേശങ്ങളിലും വർദ്ധിച്ചു വരുന്ന മദ്യം മയക്കുമരുന്ന് മാഫിയകൾക്കെതിരെ ഫലപ്രദമായ നടപടി ആവശ്യപ്പെട്ടും യുവജനങ്ങളിൽ വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ ഉപയോഗം നിയന്ത്രിക്കാൻ ഇടപെടൽ ഉണ്ടാകണമെന്നാവശ്യപ്പെട്ടും പാറത്തോട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ 27-ന് പ്രതിഷേധ ജ്വാല സംഘടിപ്പിക്കും. കമ്പിളികണ്ടത്ത് നിന്ന് ആരംഭിക്കുന്ന പ്രതിഷേധ ജ്വാല പാറത്തോട്ടിൽ സമാപിക്കും. മൂന്നാർ പോതമേട് സ്വദേശികളുടെ പാലത്തിന് വേണ്ടിയുള്ള പതിറ്റാണ്ടുകളായുള്ള കാത്തിരിപ്പ് സഫലം. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പഴയ മൂന്നാർ ഹെഡ് വർക്ക്സ് ഡാമിന് തൊട്ട് താഴെ നിന്നും മുതിരപ്പുഴയ്ക്ക് കുറുകെ പോതമേട് റോഡിനെ ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു. പുതിയ പാലം നിർമ്മിക്കുന്നത് 6,80,00,000 രൂപ ചിലവിൽ. വിശദമായ വാർത്തകളിലേക്ക്. നെടുങ്കണ്ടം രാമക്കൽമേട്ടിൽ ഹോം സ്റ്റേ ഉടമയുടെ നേതൃത്വത്തിൽ വിനോദസഞ്ചാരികളെ വളഞ്ഞിട്ട് ആക്രമിച്ചതായി പരാതി. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 12 പേർക്ക് പരിക്കേറ്റു. 6 പേരെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. അതേസമയം വിനോദസഞ്ചാരികൾ തങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയതെന്നാണ് ഹോം സ്റ്റേ അധികൃതരുടെ പ്രതികരണം. വണ്ടിപ്പെരിയാറിൽ യുവാവിനെ അയൽവാസി വീട് കയറി മർദ്ദിച്ചതായി പരാതി. മ്ലാമല ചേലക്കപ്പള്ളിയിൽ MP വരുണിനാണ് മർദ്ദനമേറ്റത്. കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയിലാണ് സംഭവം നടന്നത്. അയൽവാസി യാതൊരു പ്രകോപനവും കൂടാതെ മദ്യപിച്ചെത്തുകയും അസഭ്യം പറയുകയും വീടിന് നേരെ ആക്രമണം നടത്തുകയും ചെയ്തെന്നാണ് പരാതി. ഈ സമയം വരുണും ഭാര്യ ശരണ്യയും 3 വയസ്സ് പ്രായമുള്ള മകനും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ആക്രമണം ചോദ്യം ചെയ്തതിനെ തുടർന്ന് വരുണിന്റെ തലയ്ക്കും കല്ലേറിൽ പരിക്കേറ്റു. ഇയാളുടെ ചെവിക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. തുടർന്ന് ഇയാളെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. തിരികെ വീട്ടിലെത്തിയപ്പോഴാണ് വീടിന്റെ ബാക്കിയുള്ള ജനൽ ചില്ലുകൾ കൂടി തകർത്ത നിലയിൽ കണ്ടെത്തിയതെന്ന് വരുൺ പറഞ്ഞു. ഞങ്ങള് ഇന്നലെ ഇവിടെ വെച്ച് താഴെ നിന്ന് കഞ്ചാവ് വലിക്കില്ലെന്ന് പറഞ്ഞ പഴയതായിട്ട് വൈരാഗ്യമായിട്ട് കിടക്കുമായിരുന്നു. ഡെയിലി ഇവൻ താഴെ നിന്ന് കഞ്ചാവ് വലി രാത്രി 8:30 കഴിഞ്ഞുള്ള പരിപാടിയാണിത്. അപ്പൊ ഇങ്ങനെ പെണ്ണുങ്ങൾ മാത്രമല്ലേ ഉള്ളൂ ഇങ്ങനെ ചെയ്യുമെന്നുള്ള ഒരു നിർദ്ദേശമായിട്ട് അവനോട് ഒത്തിരി കാലം കൊണ്ട് പറയുന്നു. അത് കേസും വൈരാഗ്യമായിട്ട് എടുക്കുന്നു. ഇന്നലെ രാത്രി ഒരു 8:30 കഴിഞ്ഞപ്പോൾ അവൻ വന്ന് വീട്ടിൽ കാണിച്ചു. ഇപ്പൊ ഇവനോട് ഇവിടെ വീട്ടിൽ കയറി ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ ആൾക്കാരെല്ലാം പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞ് കേസെന്ന് പറഞ്ഞാൽ ഒരു കേസേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ എന്നാ വെള്ളം കാണിക്കുമെന്നും പറഞ്ഞ് ഈ അക്രമം എല്ലാം കാണിച്ച് വീട് മൊത്തം അടിച്ച് നശിപ്പിക്കുകയും എന്റെ ചെവിക്കിട്ട് കല്ലെടുത്ത് എറിയുകയും ഇങ്ങനെ സംഭവിക്കുകയും എന്നെ ആശുപത്രി കൊണ്ടുവന്ന സമയത്ത് ഇവിടെയുള്ള ആൾക്കാരെല്ലാം പറയാം അവന്റെ വീട് അടിച്ച് പൊട്ടിക്കരുത് എന്ന് പറയുകയും ഞങ്ങൾ അതിന്റെ നടപടിയായിട്ട് കേസിന് പോവുകയും ചെയ്തു. വീട് എന്റെ പേരിലല്ല, എന്റെ വെല്ലുമിച്ചിയുടെ പേരിലാണ്. അച്ഛനും അമ്മയില്ലാതെ ഞങ്ങൾ കഴിയുന്നവരാണ്. ഞങ്ങളുടെ മേത്ത് ഇങ്ങനെ വന്ന് ഡെയിലി ഇവൻ പ്രശ്നമാണ്. അതിന്റെ വീഡിയോ സഹിതം പോലീസിനെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ചീത്ത വിളിച്ചോണ്ടാണ് വന്നത്. വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നവനെ ചീത്ത വിളിച്ചു വന്ന് ഇങ്ങനെ കാണിക്കുവാണ്. എന്റെ കുടുംബം മാത്രമേ ഉള്ളായിരുന്നു, കിടന്നുറങ്ങുകയായിരുന്നു. വന്നു എന്നും ഇതൊരു പ്രശ്നമായി മാറുകയാണ്. സംഭവത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. കട്ടപ്പന നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ പഴകിയ മാംസം പിടികൂടി. 20 ഏക്കറിൽ പ്രവർത്തിക്കുന്ന കൊട്ടാരം ഫ്രഷ് മാർട്ടിൽ നിന്നുമാണ് ചട്ടവിരുദ്ധമായി വിൽപ്പന നടത്തിയതും പഴകിയതുമായ മാംസം പിടികൂടി നശിപ്പിച്ചത്. കട്ടപ്പന 20 ഏക്കറിൽ പ്രവർത്തിക്കുന്ന കൊട്ടാരം ഫ്രഷ് മാർട്ടിൽ നിന്നുമാണ് പഴകിയതും ചട്ടവിരുദ്ധമായി വിൽപ്പന നടത്തിയതുമായ മാംസം പിടികൂടി നശിപ്പിച്ചത്. ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി വിൽപ്പനയ്ക്കായി കടയിൽ സൂക്ഷിച്ചിരുന്ന മാംസമാണ് പിടികൂടിയത്. മാംസത്തിന് 3 ദിവസത്തോളം പഴക്കമുള്ളതായി നഗരസഭാ സെക്രട്ടറി അജി കെ തോമസ് പറഞ്ഞു. കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ 20 ഏക്കറിലുള്ള കൊട്ടാരം ഫ്രഷ് മാർട്ട് എന്ന സ്ഥാപനം മുനിസിപ്പാലിറ്റിയുടെ അനുമതി ഇല്ലാതെ അനധികൃതമായിട്ട് 2-3 ദിവസമായിട്ട് ഇറച്ചി വ്യാപാരം നടത്തുന്നുണ്ടായിരുന്നു. അത് പരാതി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പോയി പരിശോധിക്കുകയും പഴകിയ മാംസം, അത് 2 ദിവസമെങ്കിലും പഴക്കമുള്ള മാംസമാണെന്ന് തോന്നുന്നു. അത് പന്നിയിറച്ചിയും പോത്തിറച്ചിയും കാളയിറച്ചിയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും നമ്മളത് പിടിച്ചെടുത്ത് അത് കുഴിച്ചു മൂടി. കാരണം അത്രയ്ക്ക് ചീഞ്ഞ മണം ഒക്കെ ഉണ്ടായിരുന്നൊരു ഇതായിരുന്നു. മുനിസിപ്പാലിറ്റി അതിന് അനുമതി കൊടുത്തിരുന്നില്ല. അവിടെ കോൾഡ് സ്റ്റോറേജ് നടത്തുന്നതിന് വേണ്ടിയുള്ള അനുമതി മാത്രമേ നമ്മൾ കൊടുത്തിരുന്നുള്ളൂ.
എന്തായാലും ആ സ്ഥാപനത്തിനെതിരെ നിയമപരമായിട്ട് എല്ലാ നടപടി നമ്മൾ സ്വീകരിക്കും. ഇറച്ചി നമ്മൾ അഴുകിയ ഇറച്ചി പിടിച്ചെടുത്തിട്ടുണ്ട്, അത് കുഴിച്ചു മൂടി നശിപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ പ്രവർത്തിച്ചു വരുന്ന അനധികൃതമായിട്ട് പ്രവർത്തിച്ചു വരുന്ന എല്ലാ മാംസ വ്യാപാര സ്ഥാപനങ്ങളും നമ്മൾ റെയ്ഡ് നടത്തുകയും തുടർ നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നതായിരിക്കും. മത്സ്യവ്യാപാരം നടത്തുന്ന ഈ സ്ഥാപനത്തിൽ കോൾഡ് സ്റ്റോറേജ് അല്ലാതെ മാംസം വിൽക്കാൻ നഗരസഭ അനുമതി നൽകിയിരുന്നില്ല. ഈ വകുപ്പ് കൂടി ചേർത്താണ് നഗരസഭ ആരോഗ്യ വിഭാഗം നടപടി സ്വീകരിച്ചിരിക്കുന്നത്. പിടികൂടിയ മാംസം കുഴിച്ചുമൂടി നശിപ്പിച്ചു. വരും ദിവസങ്ങളിലും ശക്തമായ പരിശോധന തുടരുമെന്ന് ആരോഗ്യ വിഭാഗം അധികൃതർ അറിയിച്ചു. പാറത്തോട്ടിലും പരിസര പ്രദേശങ്ങളിലും വർദ്ധിച്ചു വരുന്ന മദ്യം, മയക്കുമരുന്ന് മാഫിയകൾക്കെതിരെ ഫലപ്രദമായ നടപടി ആവശ്യപ്പെട്ടും യുവജനങ്ങളിൽ വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ ഉപയോഗം നിയന്ത്രിക്കാൻ ഇടപെടൽ ഉണ്ടാകണമെന്നാവശ്യപ്പെട്ടും പാറത്തോട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ഈ മാസം 27 പ്രതിഷേധ ജ്വാല സംഘടിപ്പിക്കും. കമ്പിളികണ്ടത്ത് നിന്ന് ആരംഭിക്കുന്ന പ്രതിഷേധ ജ്വാല പാറത്തോട്ടിൽ സമാപിക്കും. സാമൂഹിക, സാംസ്കാരിക, സാമുദായിക സംഘടനകൾ പരിപാടിയുടെ ഭാഗമാകും. പാറത്തോട് മേഖലയിലും പരിസര പ്രദേശങ്ങളിലും മദ്യം, മയക്കുമരുന്ന് മാഫിയകൾ സ്വൈര്യവിഹാരം നടത്തുന്നുവെന്നും ഇത് പ്രദേശത്തെ ആളുകളുടെ സ്വൈര്യ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്നുമാണ് പാറത്തോട് ജനകീയ സമിതിയുടെ ആരോപണം. പാറത്തോട് പള്ളിവക പൂതാളിയിലെ കുരിശു സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചതും തുടർ സംഭവങ്ങളും ഇതിനുദാഹരണമായി സമിതി ചൂണ്ടിക്കാണിക്കുന്നു. മദ്യം, മയക്കുമരുന്ന് മാഫിയകൾക്കെതിരെ ഫലപ്രദമായ നടപടി ആവശ്യപ്പെട്ടും യുവജനങ്ങളിൽ വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ ഉപയോഗം നിയന്ത്രിക്കാൻ ഇടപെടൽ ഉണ്ടാകണമെന്നാവശ്യപ്പെട്ടുമാണ് പാറത്തോട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ഈ മാസം 27 പ്രതിഷേധ ജ്വാല സംഘടിപ്പിക്കാനൊരുങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെ നിരന്തരമായിട്ട് ഈ കുരിശ് അതുപോലെയുള്ള മതസ്ഥാപനങ്ങളുടെ സംഭവങ്ങൾ ആക്രമിക്കുക ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായ ഒരു സാഹചര്യത്തിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ച തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം പാറത്തോടിനെ സംബന്ധിച്ച് നിലവിൽ സ്വൈര്യ ജീവിതം നയിക്കുന്ന ആളുകൾക്ക് അതിൽ നടക്കാൻ പറ്റാത്ത സാഹചര്യം പോലും ടൗണിൽ കൂടെ ഉണ്ട്. അതുപോലെ പാറത്തോട് കമ്പിളികണ്ട മേഖലയിലൊക്കെ ഈ മയക്കുമരുന്നിൻ്റെയും MDMA ഉപയോഗം വർദ്ധിച്ചു വരുന്നതായിട്ട് എല്ലാവരും അത് പോലീസിനോട് ചോദിച്ചു കഴിയുമ്പോൾ, എക്സൈസിനോട് ചോദിച്ചു കഴിയുമ്പോൾ വർദ്ധിച്ചു വരുന്നുണ്ട്. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞങ്ങൾ നോക്കിയാൽ നടക്കില്ല, നിങ്ങൾ നാട്ടുകാർ കൈകാര്യം ചെയ്യണം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് അവരുടെ ഭാഗത്ത് സംസാരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം നാട്ടുകാർ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം അത് എന്താ വെച്ചാൽ നമുക്ക് അത് പിടിച്ചിരിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് അത് കഴിഞ്ഞു വരുന്ന അനുഭവങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഇതിനൊരു തടയിടുന്നതിന് വേണ്ടിയിട്ടുള്ള അതിനകത്ത് ആരാണോ നിലവിൽ ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് അവരെ കണ്ടെത്തുന്നതിനും അതുപോലെ തന്നെ പോലീസിൻ്റെ എക്സൈസിൻ്റെ ഭാഗത്തുനിന്ന് ഗൗരവമായ ഇതിന് നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാകണം എന്നുള്ളതാണ് ഈ ജനകീയ സമിതിക്ക് വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളൊരു നടത്തം എന്ന് വെച്ചാൽ ഇത് ഈ പ്രതിഷേധം അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെള്ളിയാഴ്ച വെച്ചിരിക്കുന്നു. ഗവൺമെൻറ് കുറച്ചുകൂടെ ശക്തമായ നിയമ നടപടികൾ അതുപോലെ തന്നെ ഇത് നിയന്ത്രിക്കാനുള്ള മറ്റ് സംവിധാനങ്ങൾ ഒരുക്കുക, അത് ആവശ്യപ്പെടുക എന്നത് നമ്മൾ ഇതുപോലെയുള്ള ഒരു രാത്രി നടത്തത്തിൻ്റെ ഉദ്ദേശമാണ്. ഗവൺമെൻറ് ഗൗരവമായ നടപടി എടുക്കുന്നതോടൊപ്പം ജനങ്ങളുടെ ജാഗ്രതയിൽ ഉണ്ടാകുമ്പോൾ സാമൂഹ്യത്തിന്മേ ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണുള്ളത്. അത് ജാതി മതഭേദമന്യേ രാഷ്ട്രീയ വ്യത്യാസമന്യേ എല്ലാവരുടെയും ആവശ്യമായതുകൊണ്ട് എല്ലാവരും ചേർന്ന് നടത്തുന്ന ഒരു പൊതു പ്രതിഷേധമാണ് വെള്ളിയാഴ്ച 27-ാം തീയതി വൈകിട്ട് 6 മണിക്ക് കമ്പിളികണ്ടം. 27 വൈകിട്ട് 6 കമ്പിളികണ്ടത്ത് നിന്നും ആരംഭിക്കുന്ന പ്രതിഷേധ ജ്വാല പാറത്തോട്ടിൽ സമാപിക്കും. പ്രതിഷേധ സൂചകമായി ദീപം തെളിയിച്ച് രാത്രി നടത്തം സംഘടിപ്പിക്കും. പാറത്തോട് കേന്ദ്രീകരിച്ച് പോലീസ് സ്റ്റേഷൻ എന്ന ആവശ്യവും ജനകീയ സമിതി മുമ്പോട്ട് വയ്ക്കുന്നു. കമ്പിളികണ്ടത്ത് നിന്നും ആരംഭിക്കുന്ന പ്രതിഷേധ ജ്വാല പാറത്തോട്ടിൽ സമാപിക്കും. സാമൂഹിക, സാംസ്കാരിക, സാമുദായിക സംഘടനകൾ പരിപാടിയിൽ ഭാഗമാകുമെന്ന് ജനകീയ സമിതി മുഖ്യ രക്ഷാധികാരി ഫാദർ സെബാസ്റ്റ്യൻ കുച്ചുപുരയ്ക്കൽ, ചെയർമാൻ രാജു വീട്ടിക്കൽ, ബിജു വള്ളോംപുരയിടം, ജോസഫ് സേവ്യർ എന്നിവർ അടിമാലിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മൂന്നാർ പോതമേട് സ്വദേശികളുടെ പാലത്തിനു വേണ്ടിയുള്ള പതിറ്റാണ്ടുകളായുള്ള കാത്തിരിപ്പ് സഫലം. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പഴയ മൂന്നാർ ഹെഡ് വർക്ക്സ് ഡാമിന് തൊട്ടു താഴെ നിന്നും മുതിരപ്പുഴയ്ക്ക് കുറുകെ പോതമേട് റോഡിനെ ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു. 6,80,00,000 രൂപ ചെലവിലാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. മൂന്നാർ പോതമേട്ടിലേക്ക് യാത്ര ചെയ്യാൻ ഹെഡ് വർക്ക്സ് അണക്കെട്ടിന് സമീപത്തു നിന്നും പുതിയൊരു പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ഏറെ നാളുകളായി നിലനിൽക്കുന്നതാണ്. പോതമേട് സ്വദേശികളുടെ പാലത്തിനു വേണ്ടിയുള്ള പതിറ്റാണ്ടുകളായുള്ള കാത്തിരിപ്പിനാണിപ്പോൾ സഫലമായിട്ടുള്ളത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പഴയ മൂന്നാർ ഹെഡ് വർക്ക്സ് ഡാമിന് തൊട്ടു താഴെ നിന്നും മുതിരപ്പുഴയ്ക്ക് കുറുകെ പോതമേട് റോഡിനെ ബന്ധിപ്പിക്കുന്ന പുതിയ പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു. പാലം യാഥാർത്ഥ്യമാകുന്നതോടെ പോതമേടിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്കുൾപ്പെടെ ഇത് പ്രയോജനകരമാകും. മുൻപ് ഇവിടെ ഇപ്പോൾ ഒരു പാലം പുതുതായിട്ട് വരുന്നുണ്ട്. എന്തുകൊണ്ട് നല്ലതാണത്? കാരണം ഇവിടുത്തെ ഗതാഗത കുരുക്ക് എന്ന് പറഞ്ഞാൽ മൂന്നാറിലെ ഗതാഗത കുരുക്ക് ഇവിടെ വരുന്നവർക്കെല്ലാം അറിയാം, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല ഞങ്ങൾ ഇവിടെ ഗ്രൂപ്പായിട്ട് ഗസ്റ്റ് വരുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് 2-3 കിലോമീറ്റർ ഫർദർ പോയതിന് ശേഷം വേണം ഇവിടെ ഹോട്ടലെത്താൻ. അതുപോലെ തന്നെ ഇവിടെ തന്നെ ഏകദേശം ഒരു 10-25-30 റിസോർട്ട്സുകളുണ്ട്. അതുപോലെ പോത്തമേട് ഒരുപാട് പേര് അധിവസിക്കുന്ന സ്ഥലമാണ്.
എന്തുകൊണ്ടും ഇവിടുന്ന് ബൈസൺ വാലിയിലേക്ക് പോകാനും ഒക്കെ ഏറ്റവും നല്ലതാണ്. അതുകൊണ്ട് ഈ വരുന്ന പാലം നമ്മുടെ മൂന്നാറിനൊരു മുതൽക്കൂട്ടായിരിക്കും. അതിന് യാതൊരു സംശയം വേണ്ട. ടൂറിസം രംഗത്തായാലും ഏത് വിധത്തിലായാലും നല്ലതാണത്. 6,80,00,000 രൂപ ചിലവിലാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. കഴിഞ്ഞ ബജറ്റിലാണ് പാലം നിർമ്മിക്കുന്നതിന് തുക വകയിരുത്തിയത്. എന്നാൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയപ്പോൾ തുക കൂടുതൽ ആവശ്യമായി വന്നതോടെ രാജ MLA അടക്കമുള്ളവർ ധനവകുപ്പിനെ സമീപിച്ചതിനെ തുടർന്നാണ് തുക ഉയർത്തി നിർമ്മാണാനുമതി നൽകിയത്. നിലവിൽ ഹെഡ് വർക്ക്സ് അണക്കെട്ടിന് മുകളിലൂടെയാണ് ഏറ്റവും എളുപ്പത്തിൽ പോതമേട്ടിലേക്ക് ആളുകൾ യാത്ര ചെയ്യുന്നത്. വളരെ ഇടുങ്ങിയ പാലമായതിനാൽ ഇതുവഴി ചെറുവാഹനങ്ങൾ മാത്രമേ കടന്നുപോകുകയുള്ളൂ. ഇത് വലിയ പ്രായോഗിക ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. ഗതാഗതക്കുരുക്കിനും ഇടവരുത്തുന്നു. പുതിയ പാലം തീരുന്നതോടെ ഈ പ്രശ്നത്തിന് പരിഹാരമാകും. കാഞ്ചിയാർ അയ്യപ്പൻകോവിൽ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കുഴൽപ്പാലത്തിന്റെ പണികൾ ഇഴഞ്ഞു നീങ്ങുന്നതായി ആക്ഷേപം. മഴക്കാലത്തിന് മുന്നേ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കണമെന്ന ആവശ്യം ശക്തമാണ്. കാഞ്ചിയാർ അയ്യപ്പൻകോവിൽ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കുഴൽപ്പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണെന്ന ആരോപണമാണ് ശക്തമായിരിക്കുന്നത്. പാലത്തിന്റെ നവീകരണത്തിനായി ലക്ഷങ്ങൾ ചെലവഴിച്ചു കഴിഞ്ഞുവെങ്കിലും പാലത്തിന്റെ തനിമ തന്നെ നഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്നാണ് പരാതി. ടൺ കണക്കിന് മണ്ണ് പാലത്തിന്റെ ഇരുഭാഗങ്ങളിലും നിർമ്മാണത്തിനായി നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിലും ഇടയ്ക്ക് പെയ്യുന്ന മഴയിൽ ഈ മണ്ണ് ഒലിച്ച് ഡാമിലേക്ക് ഇറങ്ങുന്നതായാണ് പ്രധാന ആക്ഷേപം. ഇത് ചിലപ്പോൾ വലിയ പ്രതിസന്ധിക്ക് കാരണമാകുമെന്ന് നാട്ടുകാർ പറയുന്നു. മലയോര ഹൈവേയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഈ കുഴൽപ്പാലത്തിന്റെ അവിടുത്തെ അവസ്ഥ പഠിച്ചാല് അതിന്റെ ദേശത്തുനിന്ന് കൊണ്ടിരുന്ന മണ്ണ് മുഴുവനും കൊണ്ട് ഈ ഡാമിലേക്കാണ് തള്ളിക്കൊണ്ടിരിക്കുന്നത്. ഡാമിലെ മണ്ണ് നിറഞ്ഞ് സംഭരണശേഷി കുറയുമെന്ന പേരും പറഞ്ഞാണ് 10 ഏരി പട്ടയം കൊടുക്കാതെ സർക്കാർ തടഞ്ഞു വെച്ചിരുന്നത്. അതിലിപ്പോൾ 7 ചെയിൻ വരെ കൊടുത്തിട്ടുണ്ട്. ഇനി 3 ചെയിൻ കൊടുക്കാത്തതിൻ്റെയും കാരണം പറയുന്നത് മണ്ണൊലിപ്പുണ്ടാവുകയും ഡാം നികക്കുകയും ചെയ്യും എന്നുള്ളത് കൊണ്ടാണ്. ആ സാഹചര്യത്തിലാണ് ഈ റോഡ് പണിയുടെ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നത് മൂലം എത്രയോ ലോറി കണക്കിന് ടോറസുകളിലാണ് മണ്ണ് കൊണ്ട് തള്ളിക്കൊണ്ടിരിക്കുന്നത്. ആ മണ്ണ് വന്നിട്ട് ഈ ഡാം മൊത്തം നികന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊന്നും ആർക്കും പരാതിയില്ല. ഇതിന്റെ അശാസ്ത്രീയമായ നിർമ്മാണ പദ്ധതി എത്രയോ കാലമായി ഈ പാലത്തിന്റെ പണി തുടങ്ങിയിട്ട് ഇതുവരെയായിട്ടും അതിന്റെ പണിയുടെ പൂർത്തീകരണത്തിലേക്ക് എത്താത്തത് കൊണ്ട് ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന മഴ മൂലം ഇവർ കൊണ്ടിരുന്ന മണ്ണ് മുഴുവനും ഒലിച്ച് ഡാമിലേക്ക് ഇറങ്ങി ഇപ്പൊ തോട് തന്നെ ഡാമിലേക്ക് നികന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മൺപാലമായ വെള്ളിലാങ്കണ്ടം കുഴൽപ്പാലത്തിന്റെ നവീകരണം അടിയന്തരമായി പൂർത്തീകരിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. എക്യുമെനിക്കൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് സംഘടിപ്പിച്ച സംയുക്ത ക്രിസ്മസ് ആഘോഷത്തിലെ കരോൾഗാന മത്സരത്തിലെ ടീമുകൾ തമ്മിലുള്ള മത്സരം 9ാം ദിനത്തിൽ. കട്ടപ്പന സെന്റ് ജോർജ് യാക്കോബായ ചർച്ച് ടീം 1ാം സ്ഥാനത്ത് തുടരുന്നു. എസ്മാർട്ട്, കട്ടപ്പന ട്രേഡിംഗ് കമ്പനി, സ്വര കർട്ടൻസ് എന്നീ സ്ഥാപനങ്ങളാണ് സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. എക്യൂമെനിക്കൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് സംഘടിപ്പിച്ച സംയുക്ത ക്രിസ്മസ് ആഘോഷത്തിലെ കരോൾഗാന മത്സരത്തിലെ ടീമുകൾ തമ്മിലുള്ള മത്സരം 9ാം ദിനത്തിൽ. കട്ടപ്പന സെന്റ് ജോർജ് യാക്കോബായ ചർച്ച് ടീം 1ാം സ്ഥാനത്ത് തുടരുന്നു. കട്ടപ്പന എസ്മാർട്ട്, കട്ടപ്പന ട്രേഡിംഗ് കമ്പനി, കട്ടപ്പന സേറ കട്ടൻസ് എന്നീ സ്ഥാപനങ്ങളാണ് സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. മത്സരം 9ാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ കട്ടപ്പന സെന്റ് ജോർജ് യാക്കോബായ ചർച്ച് ടീം 3050 ലൈക്സുമായി 1ാം സ്ഥാനത്ത്. കട്ടപ്പന സെന്റ് ജോൺസ് CSI ചർച്ച് ടീം 2472 ലൈക്സുമായി 2ാം സ്ഥാനത്തും. 1239 ലൈക്സുമായി കട്ടപ്പന സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് ടീം 3ാം സ്ഥാനത്തുമാണ്. 790 ലൈക്സുമായി കട്ടപ്പന സെന്റ് ജോൺസ് ഫാർമസി ടീം 4ാം സ്ഥാനത്തും. 558 ലൈക്സുമായി കട്ടപ്പന സെന്റ് ജോൺസ് നഴ്സിംഗ് കോളേജ് 5ാം സ്ഥാനത്തും തുടരുന്നു. റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന 539 ലൈക്സുമായി 6ാം സ്ഥാനത്തും. ചേറ്റുകുഴി നസ്രത്ത് മർത്തോമ ചർച്ച് ടീം 496 ലൈക്സുമായി 7ാം സ്ഥാനത്തും. വെള്ളയാംകുടി സെന്റ് ജോർജ് ഫൊറോന ചർച്ച് ടീം 410 ലൈക്സുമായി 8ാം സ്ഥാനത്തുമാണ്. കാഞ്ചിയാർ പീറ്റേഴ്സ് CSI ചർച്ച് ടീം 157 ലൈക്സുമായി 9ാം സ്ഥാനത്തും. വെള്ളയാംകുടി ബദേൽ മർത്തോമ ചർച്ച് ടീം 155 ലൈക്സുമായി 10ാം സ്ഥാനത്തും തുടരുന്നു. കട്ടപ്പന പവർ ആൻഡ് ജീസസ് ടീം 133 ലൈക്സുമായി 13ാമതും. 108 ലൈക്സുമായി കട്ടപ്പന YMCA ടീം 12ാം സ്ഥാനത്തും. ലയൺസ് ക്ലബ് ഓഫ് കട്ടപ്പന ടീം 105 ലൈക്സുമായി 13ാം സ്ഥാനത്തും തുടരുന്നു. സെന്റ് ജോർജ് ഫൊറോന ചർച്ച് ടീം 26 ലൈക്സുമായി 13ാമതും. കട്ടപ്പന സെന്റ് പോൾസ് മലങ്കര കത്തോലിക് ചർച്ച് ടീം 18 ലൈക്സുമായി 14ാമതും. റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജ് 12 ലൈക്സുമായി 15ാം സ്ഥാനത്തുമാണ്. 29 ഞായറാഴ്ച വൈകിട്ട് 5 വരെയുള്ള സമയത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് ലഭിക്കുന്ന ഗാനം ആലപിച്ച ടീമിന് കട്ടപ്പന എസ്മാർട്ട് നൽകുന്ന 10,001 രൂപയും, രണ്ടാമതെത്തുന്ന ടീമിന് കട്ടപ്പന ട്രേഡിംഗ് കമ്പനി നൽകുന്ന 7,001 രൂപയും, മൂന്നാമതെത്തുന്ന ടീമിന് കട്ടപ്പന സേറ കട്ടൻസ് നൽകുന്ന 5,001 രൂപയും സമ്മാനമായി നൽകും.
ഇടുക്കി ജില്ലാ പഞ്ചായത്തും സംസ്ഥാന യുവജനക്ഷേമ ബോർഡും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഇടുക്കി ജില്ലാ കേരളോത്സവം 28, 29, 30 തീയതികളിൽ ചെറുതോണിയിൽ വിവിധ വേദികളിൽ നടക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലയിലെ മുഴുവൻ ബ്ലോക്ക് പഞ്ചായത്തുകളിലെയും 2 നഗരസഭകളിലെയും വിജയികളായ മത്സരാർത്ഥികളാണ് ജില്ലാ കേരളോത്സവത്തിൽ പങ്കെടുക്കുക. കേരളോത്സവ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KT ബിനു ചെയർമാനായും ഡിവിഷൻ അംഗം KG സത്യൻ വർക്കിംഗ് ചെയർമാനുമായുള്ള സംഘാടക സമിതി രൂപീകരിച്ചു. കലാമത്സരങ്ങൾ 28 തീയതി രാവിലെ 9 മുതൽ ചെറുതോണി ടൗൺ ഹാൾ, ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ്, പോലീസ് സൊസൈറ്റി ഹാൾ എന്നിവിടങ്ങളിൽ നടക്കും. കേരളോത്സവ മത്സരങ്ങൾ ജില്ലാസ്ഥാനത്ത് വെച്ച് നടത്തുന്നതിന് തീരുമാനിച്ചതിൻ്റെ പ്രാഥമികമായ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. ജില്ലയിലെ എല്ലാ MLA-മാരും രക്ഷാധികാരികളും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനുമായിട്ടുള്ള വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ച് അതിൻ്റെ മത്സരങ്ങൾ നടത്തുന്നതിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം ഇതിനോടകം തന്നെ ആരംഭിക്കുകയും പ്രചരണ പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. മത്സരങ്ങൾ പ്രധാനമായും ചെറുതോണി ടൗൺ ഹാളിലും ബസ് സ്റ്റാൻഡ് മൈതാനിയിലും അതിനോടനുബന്ധിച്ചുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ്, പിന്നെ ജില്ലാ പോലീസ് സൊസൈറ്റി ഹാള് എന്നിവിടങ്ങളിലാണ് കലാ മത്സരങ്ങളും ചില കായിക മത്സരങ്ങളും നടത്തുന്നത്. സ്പോർട്സ് മത്സരങ്ങളെല്ലാം 29-ന് കാൽവരിമൗണ്ട് സ്റ്റേഡിയത്തിലാണ് നടത്തുന്നത്. വോളിബോൾ മത്സരം പള്ളിത്താഴയിലുള്ള വോളിബോൾ കോർട്ടിലും, ഫുട്ബോൾ മത്സരവും ബാസ്കറ്റ്ബോൾ മത്സരവും ഗിരിജ്യോതി സ്കൂളിൻ്റെ ഗ്രൗണ്ടിലും വെച്ച് നടത്തുന്നതിനാണ് തീരുമാനിച്ചത്. 29-ന് രാവിലെ 9 മുതൽ ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ മത്സരങ്ങൾ വാഴത്തോപ്പ് ഗിരിജ്യോതി സ്കൂൾ ഗ്രൗണ്ടിലും, ക്രിക്കറ്റ് ഇടുക്കി IDI സ്റ്റേഡിയത്തിലും, വോളിബോൾ വാഴത്തോപ്പ് പള്ളിത്താഴെ വോളിബോൾ കോർട്ടിലും, ബാഡ്മിന്റൺ ഇടുക്കി SJ ഇൻഡോർ കോർട്ടിലും നടക്കും. 30-ാം തീയതി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സാംസ്കാരിക ഘോഷയാത്രയും നടക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KT ബിനുവിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന കേരളോത്സവ സമാപന സമ്മേളനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ KG സത്യൻ, ഷൈനി സജി, യുവജനക്ഷേമ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ രമേശ് കൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് സീനിയർ സൂപ്രണ്ട് LK രഘുദാസ് എന്നിവർ പങ്കെടുത്തു. വന്യജീവികളുടെ ആക്രമണം രൂക്ഷമായ കാഞ്ചിയാർ മറ്റപ്പള്ളി കോളനിയിൽ വഴിവിളക്കുകൾ സ്ഥാപിച്ച കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത്. ഈ മേഖലയിൽ വഴിവിളക്കുകളുടെ അഭാവം ഏറെ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. നാളുകളായി കാഞ്ചിയാർ മറ്റപ്പള്ളി കോളനി ഭാഗങ്ങളിൽ വന്യജീവികളുടെ ആക്രമണം രൂക്ഷമാണ്. വന്യജീവികൾ രാത്രിയായി പൊതുജനങ്ങൾ കടന്നുപോകുന്ന റോഡിൽ നിലയുറപ്പിക്കുന്നതിനാൽ പ്രദേശത്തുള്ള ആളുകൾക്ക് ഏറെ പ്രതിസന്ധിയാണ് ഉണ്ടാകുന്നത്. അതോടൊപ്പം പ്രദേശത്ത് വഴിവിളക്കുകളുടെ അഭാവവും പ്രദേശവാസികളെ ഏറെ ദുരിതത്തിലാക്കുന്നു. ഇത് HCN ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് കാഞ്ചിയാർ പഞ്ചായത്ത് അംഗം തങ്കമണി സുരേന്ദ്രന്റെ അടിയന്തര ഇടപെടൽ മൂലം പഞ്ചായത്ത് കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത വഴിവിളക്കുകൾ സ്ഥാപിക്കുവാൻ തീരുമാനമായത്. 25ഓളം വഴിവിളക്കുകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ മേഖലയിൽ സ്ഥാപിക്കുകയും ചെയ്തതായി തങ്കമണി സുരേന്ദ്രൻ പറഞ്ഞു. അവിടെ ആ ഭാഗങ്ങളിൽ നമ്മുടെ വഴിവിളക്കുകൾ ലൈറ്റെല്ലാം പോയി കിടക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ആവശ്യപ്പെടുകയും അത് അടിയന്തരമായിട്ട് ചർച്ച ചെയ്ത് യുദ്ധകാലാടിസ്ഥാനത്തിൽ അവിടെ ലൈറ്റ് വെക്കുന്നതിനുള്ള ഒരു തീരുമാനം പഞ്ചായത്ത്. ഈ ആനശല്യമുള്ള ഭാഗത്ത് നമ്മുടെ കാവടിക്കവല മുതൽ മറ്റപ്പള്ളി ഏരിയ വരെ ഒരു 24 ലൈറ്റുകൾ, പുതിയ ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതോടുകൂടി അവിടുത്തെ ആ ഒരു പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാ കാലങ്ങളിലും കാട്ടാന ഇറങ്ങുന്നതാണ്. എന്നാൽ ഈ പ്രാവശ്യം ജനവാസ മേഖലയിൽ ഇറങ്ങുകയും പിന്നെ കൃഷി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് ഉള്ളത്. അപ്പോൾ ജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുത്തുകൊണ്ട് മറ്റു കാര്യങ്ങൾ ഇനി ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണേലും റേഞ്ച് നിർമ്മിക്കുകയോ അതിൻ്റെ ബാക്കി നടപടിക്രമങ്ങൾ എങ്ങനെയാണോ അത് ചെയ്യാനായിട്ടാണ് ആലോചിക്കുന്നത്. കാവടിക്കവല മുതൽ മറ്റപ്പള്ളി കവല വരെയാണ് 25ഓളം ലൈറ്റുകൾ അടിയന്തരമായി സ്ഥാപിച്ചത്. അതോടൊപ്പം വന്യജീവികളുടെ ആക്രമണം തടയുന്നതിനായി വനംവകുപ്പ് ഓഫീസിന്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകുമെന്നും ഇതിനായി അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം വ്യക്തമാക്കി. കട്ടപ്പന ഫെസ്റ്റിൽ ജനത്തിരക്കേറി. 8000 ചതുരശ്രീ അടി വിസ്തീർണമുള്ള അണ്ടർ വാട്ടർ ടണലാണ് കാഴ്ചക്കാരെ ഏറെ ആകർഷിക്കുന്നത്. ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളോടനുബന്ധിച്ച ആയിരങ്ങളാണ് കട്ടപ്പന ഫെസ്റ്റ് സന്ദർശിക്കാൻ എത്തുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഏറെ ആസ്വദിക്കാൻ കഴിയുന്ന വിസ്മയ കാഴ്ചകളാണ് ഫെസ്റ്റ് നഗരിയിൽ ഒരുക്കിയിരിക്കുന്നത്.
കട്ടപ്പന മുനിസിപ്പൽ ഗ്രൗണ്ടിലാണ് ഫെസ്റ്റ് ഒരുക്കിയിരിക്കുന്നത്. ഇന്റർനാഷണൽ എക്സ്പോയിലും തിരഞ്ഞെടുക്കപ്പെട്ട ടൗണുകളിലും മാത്രം പ്രദർശിപ്പിച്ചു വരുന്ന അണ്ടർ വാട്ടർ ടണൽ ആദ്യമായിട്ടാണ് കട്ടപ്പനയിലെത്തുന്നത്. 8000 ചതുരശ്ര അടി ഗ്ലാസ് തുരങ്കത്തിൽ തീർത്ത കടലിനടിയിലെ വിസ്മയ കാഴ്ചകൾ ഏവരെയും ആകർഷിക്കുന്നു. ഫസ്റ്റ് നമ്മുടെ എക്സ്പോ ആയിരുന്നു. കുഴപ്പമില്ല, അണ്ടർ വാട്ടർ നല്ല കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും നല്ല രീതിയിൽ ഇതായിട്ടുണ്ട്. ഇനി അകത്തേക്ക് കയറിയാലും ഓരോന്ന് നമുക്ക് കണ്ടറിഞ്ഞ് ഏതാണെന്ന് അറിയാൻ പറ്റുന്നു. ഇപ്പം കയറി വന്നിടത്തോളം എല്ലാം നമുക്ക് കുഴപ്പമില്ല, എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് ക്രിസ്മസിൻ്റെ അന്ന് തന്നെ. കഴിഞ്ഞ കൊല്ലത്തെ അപേക്ഷിച്ച് ഈ വർഷത്തെ ഫെസ്റ്റ് എല്ലാവരെയും കൂടുതൽ ആകർഷണീയമായിട്ട് തോന്നുന്നുണ്ട്. ഫിഷിൻ്റെയും പെറ്റ്സിൻ്റെയും ഒക്കെ വളരെ നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ ഫിഷ്. അമ്യൂസ്മെന്റ് റൈഡ്, ചിൽഡ്രൻസ് പാർക്ക്, ഡോഗ് ഷോ, പെറ്റ് ഷോ, വ്യാപാര വിപണന പ്രദർശനമേള, ഫുഡ് കോർട്ട്, ഫാമിലി ഗെയിംസ് എന്നിവയും ഫെസ്റ്റ് നഗരിയിലുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന അമ്യൂസ്മെന്റ് റൈഡുകൾ, ആകാശ ഊഞ്ഞാൽ, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊളംബസ്, ഡ്രാഗൺ ട്രെയിൻ, ബ്രേക്ക് ഡാൻസ്, പ്രത്യേകം തയ്യാറാക്കിയ പൂളിനുള്ളിലെ ബോട്ടിംഗ്, കുട്ടികൾക്കായി വിവിധ തരത്തിലുള്ള റൈഡുകൾ എന്നിവയ്ക്കൊപ്പം കാഴ്ചക്കാരെ അത്ഭുതപ്പെടുത്തുന്ന പ്രകടനവുമായി ഡോഗ് ഷോയും ഒരുക്കിയിരിക്കുന്നു. സ്കൂബ ഡൈവേഴ്സ് മാത്രം ആസ്വദിച്ചുകൊണ്ടിരുന്ന വർണ്ണവിസ്മയ ഉൾക്കടൽ കാഴ്ചകളും ആഴക്കടൽ യാത്രാ അനുഭവവും കുടുംബസമേതം ആസ്വദിക്കുവാൻ ആയിരങ്ങളാണ് കട്ടപ്പന നഗരസഭാ സ്റ്റേഡിയത്തിലെ ഫെസ്റ്റ് നഗരിയിൽ എത്തുന്നത്. ലയൺസ് ലീഗ് ഫുട്ബോൾ ടൂർണമെന്റ് 31 കട്ടപ്പനയിൽ നടക്കും. ലയൺസ് ക്ലബ്ബും ലയൺസ് ലിയോ ക്ലബ്ബും സംയുക്തമായിട്ടാണ് പരിപാടി നടത്തുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലഹരി ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കട്ടപ്പന ലയൺസ് ക്ലബ്ബും ലിയോ ക്ലബ്ബും ചേർന്ന 31 രാവിലെ 8 മണി മുതൽ കട്ടപ്പന ATS അരീനയിൽ ലയൺസ് ലീഗ് എന്ന പേരിൽ ഫുട്ബോൾ ടൂർണമെന്റ് നടത്തും. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമായി 16 ടീമുകൾ മത്സരിക്കും. വൈകിട്ട് 7 സമാപന സമ്മേളനം കട്ടപ്പന ASP രാജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും. വിജയികൾക്ക് യഥാക്രമം 15,000, 7,500 രൂപ ക്യാഷ് അവാർഡും ട്രോഫിയും സമ്മാനിക്കും. ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318C സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ VS ജയേഷ് സമ്മാനങ്ങൾ വിതരണം ചെയ്യും. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമായ ഒട്ടനവധി ടീമുകളാണ് ഇതിനകത്ത് പങ്കെടുക്കുന്നത്. രാവിലെ 8 മണിക്ക് തന്നെ നമ്മുടെ ഇതിന്റെ ടൂർണമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. വൈകിട്ട് 7 മണിയോടുകൂടിയാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ കട്ടപ്പന ASP ശ്രീ അജിത് കുമാർ IPS ആണ് നിർവഹിക്കുന്നത്. ഇതിന്റെ സമ്മാനദാനം നമ്മുടെ ലയൺസ് ക്ലബ്ബ് ട്രീവൺ ICയുടെ ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണറായ VS ജയേഷ് PMJF ആണ് നിർവഹിക്കുന്നത്. ക്രിസ്മസ് പുതുവത്സരങ്ങളോടനുബന്ധിച്ച യുവാക്കൾക്കിടയിലെ ലഹരി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം തടയുന്നതിനും ബോധവൽക്കരണവുമാണ് പരിപാടിയുടെ ഉദ്ദേശമെന്ന ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ സെൻസ് കുര്യൻ, ജിബിൻ ജോസ്, K ശശിധരൻ, അലൻ വിൻസെന്റ്, ശ്രീജിത്ത് ഉണ്ണിത്താൻ, ജോർജ് തോമസ്, MM ജോസഫ്, അമൽ മാത്യു, ഷാജി ജോസഫ്, KC ജോസ്, ഷോൺ റജി, ദുവാ സെൻസ്, വേദ ശ്രീജിത്ത്, ബിബിൻ മാത്യു എന്നിവർ പങ്കെടുത്തു. കാഞ്ചേർ മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് സമാപിച്ചു. സമന്വയം 24 എന്ന പേരിൽ സംഘടിപ്പിച്ച ക്യാമ്പിന്റെ സമാപന സമ്മേളനം കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. MT വാസുദേവൻ നായരെ അനുസ്മരിച്ചുകൊണ്ട് വേദിയെ MT നഗറാക്കി മാറ്റിയ ചടങ്ങിൽ MT വാസുദേവൻ നായർ അനുസ്മരണ പ്രഭാഷണം അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ ഷൈനിമോൾ OV നിർവഹിച്ചു. ധാരാളം സംഭാവനകൾ നൽകിയിട്ടുള്ള അതുല്യ കലാകാരനാണ്, സാഹിത്യകാരനാണ് നമ്മുടെ MT വാസുദേവൻ നായർ. ഈ പത്മനാഭനെ പോലെയുള്ള സാഹിത്യകാരന്മാർ അദ്ദേഹത്തെക്കുറിച്ച് അനുസ്മരിക്കുമ്പോൾ, അല്ലെങ്കിൽ മുകുന്ദനെ പോലെയുള്ള സാഹിത്യകാരന്മാർ അദ്ദേഹത്തെ അനുസ്മരിക്കുമ്പോൾ പറയുന്നത് ഇതാണ്. അതായത് നമ്മുടെ മലയാളത്തിൽ ഒരു നോവൽ സമ്മാനം നേടാൻ യോഗ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് MTയെ പോലുള്ള ഒരാൾക്കായിരിക്കാം. MT വാസുദേവൻ നായർ എന്ന് പറയുന്ന തികഞ്ഞ കലാകാരന് മാത്രമാണ് അതിനുള്ള യോഗ്യത എന്ന് പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഈ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് നമ്മുടെ കമലഹാസൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ മലയാള ലോകത്തിൽ ഞാൻ സിനിമയെ സ്നേഹിച്ചു തുടങ്ങിയത്, സിനിമ എന്ന ഒരു വികാരം എനിക്കൊരു ദീപം മാത്രമായിട്ട് ഇരുന്നിരുന്നെങ്കിൽ പിന്നീട് അതൊരു തീനാളമായി വളർത്തിയത് MTയുടെ നിർമ്മാല്യം എന്ന് പറയുന്ന സിനിമ കണ്ടതോടുകൂടിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. 1973 ആ സിനിമ ഇറങ്ങുമ്പോൾ മലയാള സിനിമ അതുവരെ കണ്ടിട്ടുള്ള പല സിനിമയുടെ ഒരു ചരിത്രം തന്നെ പരിശോധിക്കുമ്പോൾ വിപ്ലവകരമായിട്ടുള്ളൊരു മാറ്റം കൊണ്ടുവന്ന ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നുന്നു കൊച്ചുകുട്ടികളൊക്കെ സിനിമയിലൂടെ ആയിരിക്കും ഒരു പക്ഷേ MTയെ കൂടുതലായിട്ട് അറിയുന്നത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ കഥകൾ, അതായത് നോവല്, ചെറുകഥ, അതുപോലെ കുട്ടികളുടെ സാഹിത്യം,
സഞ്ചാര സാഹിത്യം, ധാരാളം ഉപന്യാസങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം നിർവഹിച്ചു. മക്കളാരും കൈവിട്ടു പോകരുത്, അതാണ് അമ്മ എന്ന 3 പെൺകുട്ടികളുടെ അമ്മ എന്ന ഒരു മാതാവിന്റെ ഒരു എന്താ പറയുക, ഒരു മനോവിഷമമാണ്. അത് എനിക്ക് മക്കളോടല്ലാതെ മറ്റാരോടാ പറയാനുള്ളത്. ചടങ്ങിൽ ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം ഗവൺമെന്റ് ഹൈസ്കൂൾ സീനിയർ അസിസ്റ്റന്റ് സുധാമോൾ KS അധ്യക്ഷയായിരുന്നു. മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സുരേഷ് കൃഷ്ണൻ, അധ്യാപകനായ അരവിന്ദ് പരമേശ്വരൻ, പ്രോഗ്രാം ഓഫീസർ ശ്രീജ CV തുടങ്ങിയവർ സംസാരിച്ചു. ക്യാമ്പിന്റെ ഭാഗമായി കുട്ടികൾ പാഴ്വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച ഇരിപ്പിടത്തിന്റെയും ഉദ്യാനത്തിന്റെയും ഉദ്ഘാടനം ബീന ടോമി നിർവഹിച്ചു. മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വിദ്യാർത്ഥികൾ സമാഹരിച്ച 200 ലൈബ്രറി പുസ്തകങ്ങൾ ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം ഗവൺമെന്റ് സ്കൂളിന് കൈമാറി. വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ NSS യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് സമാപിച്ചു. സമാപന സമ്മേളനം കുമളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബിജു ഉദ്ഘാടനം ചെയ്തു. സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി കുമളി മുരിക്കടി MAI-LP സ്കൂളിലെ ചുവരിൽ ചിത്രങ്ങൾ വരയ്ക്കുകയും സ്കൂൾ പരിസരം വൃത്തിയാക്കുകയും പച്ചക്കറിത്തോട്ടം നിർമ്മിക്കുകയും ചെയ്തു. സമാപന സമ്മേളനം കുമളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബിജു ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഇൻചാർജ് ഹെബ ഫാത്തിമ ഇബ്രാഹിം അധ്യക്ഷയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗം ബാബുക്കുട്ടി VK, സ്വാഗത സംഘം ചെയർമാൻ ബിനീഷ് ദേവ്, ഹെഡ്മാസ്റ്റർ സജു P, സ്കൂൾ PTA പ്രസിഡന്റ് സതീഷ് കുമാർ, NSS പ്രോഗ്രാം ഓഫീസർ ഇർഷാദ് ഖാൻ എന്നിവർ സംസാരിച്ചു. ക്യാമ്പിന്റെ ഭാഗമായി കുട്ടികൾ വിവിധ സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ നടത്തി. ക്യാമ്പിൽ 50ഓളം വോളണ്ടിയർമാർ പങ്കെടുത്തു. പീരുമേട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ടൂറിസം കേന്ദ്രമായ പരുന്തുംപാറയിൽ കുതിരസവാരി ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരത്തു നിന്നും എത്തിച്ചിരിക്കുന്ന 2 കുതിരകളെയാണ് ഇപ്പോൾ ഇവിടെ സവാരിക്കായി ഉപയോഗിക്കുന്നത്. വിനോദസഞ്ചാരികളുടെ പ്രതികരണം അനുസരിച്ച് കൂടുതൽ കുതിരകളെ ഇവിടേക്ക് എത്തിക്കുന്നതിനുള്ള കാര്യവും ഗ്രാമപഞ്ചായത്തിന്റെ ടൂറിസം വികസന പദ്ധതിയിൽ ആലോചനയിലുണ്ട്. പരുന്തുംപാറ കൂടാതെ വടഞ്ഞങ്ങാനം വെള്ളച്ചാട്ടം, ബീർ മുഹമ്മദ് ഖബർസ്ഥാൻ, അമ്മച്ചിക്കൊട്ടാരം, മദാമക്കുളം, പള്ളിക്കുന്ന്, CSI ദേവാലയം തുടങ്ങിയ പ്രദേശത്തും കുതിരസവാരി ഒരുക്കാനുള്ള തീരുമാനത്തിലാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതർ. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R ദിനേശൻ കുതിരസവാരിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. വിനോദസഞ്ചാര മേഖലയുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ടൂറിസം പ്രദേശങ്ങൾ, നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള വിനോദസഞ്ചാര മേഖലകളെ, ആ പ്രദേശങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ള പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെ 1 വർഷം മുമ്പ് തന്നെ 2 വർഷമാകുന്നു ഇപ്പോൾ നടപ്പാക്കിയിട്ട് നമ്മുടെ ടൂറിസം മേഖലകളെ എല്ലാ പ്രദേശങ്ങളെയും പരിചയപ്പെടുത്തിക്കൊണ്ട് പരുന്തുംപാറയുണ്ട്, പട്ടുമല തീർത്ഥാടന കേന്ദ്രമുണ്ട്, പീരുമേട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട്, അണ്ണന്തമ്പി മലയുണ്ട്, പീരു സാഹിബിന്റെ കബറുണ്ട്, രാജകൊട്ടാരത്തിന്റെ ഭാഗമുണ്ട്, മദാമക്കുളമുണ്ട് തുടങ്ങി നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള വിനോദസഞ്ചാര സാധ്യതയുള്ള പ്രദേശങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് പരിചയ ബോർഡുകൾ, സൈൻ ബോർഡുകൾ സ്ഥാപിക്കുക എന്ന പ്രവർത്തനം പീരുമേട് ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട്. പഞ്ചായത്ത് ഈ മേഖലയിൽ ഇടപെടുമ്പോൾ തന്നെ നിലവിലുള്ള പരിമിതികളെ കുറിച്ച് കൂടി ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അതിനകത്ത് നിന്നുകൊണ്ടാണ് പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത്. 150 രൂപ നിരക്കിലാണ് കുതിരസവാരി ഒരുക്കിയിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ P എബ്രഹാം, സബീന താഹ, ബീന ജോസഫ് തുടങ്ങിയവർ ഉദ്ഘാടന യോഗത്തിൽ പങ്കെടുത്തു. ബൈസൺ വാലിയിലെ സൂര്യകാന്തി പാടം കാണാൻ സഞ്ചാരികളുടെ തിരക്ക്. 1 ഏക്കർ സ്ഥലത്താണ് സൂര്യകാന്തി പൂവിട്ടിരിക്കുന്നത്. ക്രിസ്തുമസ് അവധിയോടനുബന്ധിച്ച് നിരവധി സഞ്ചാരികളാണ് സൂര്യകാന്തി പാടം കാണുവാനെത്തുന്നത്. ക്രിസ്തുമസ് ന്യൂ ഇയർ അവധി ആഘോഷമാക്കുവാൻ നിരവധി സഞ്ചാരികളാണ് ഇടുക്കിയുടെ മലകയറിയെത്തുന്നത്. മഞ്ഞും കുളിരും ആസ്വദിക്കുന്നതിനൊപ്പം വർണ്ണവസന്തം തീർക്കുന്ന ബൈസൺ വാലിയിലെ സൂര്യകാന്തി പാടവും സഞ്ചാരികളെ ആകർഷിക്കുകയാണ്. ക്രിസ്തുമസിനോടനുബന്ധിച്ച് ആയിരക്കണക്കിന് സഞ്ചാരികളാണ് സൂര്യകാന്തി പൂക്കൾ കാണുവാനായി എത്തിയത്. ചിത്രങ്ങളും സെൽഫിയും പകർത്തി ആഘോഷമാക്കുകയാണ് സഞ്ചാരികൾ. ബൈസൺ വാലിയുടെ ടൂറിസം സാധ്യത പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കർഷകനും ടൂറിസം സംരംഭകനുമായ ജിജോ സൂര്യകാന്തി കൃഷിക്ക് തുടക്കം കുറിച്ചത്. ബൈസൺ വാലി രാജാക്കാട് റോഡിൽ 100 മീറ്ററോളം സഞ്ചരിച്ചാൽ സൂര്യകാന്തി പൂക്കളുടെ മനോഹാരിത കാണുവാൻ സാധിക്കും. സൂര്യകാന്തി തോട്ടം വളരെ മനോഹരമായിരിക്കുന്നു. ഇതിൻ്റെ ഒരു ആശയം നല്ലൊരു ആശയമാണ്. ഇത്തരം പൂക്കളെ കാണാനും ഇവിടെ വന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെ ആളുകൾക്ക് വളരെ സന്തോഷം, കൊച്ചുകുട്ടികൾക്കൊക്കെ വളരെ സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ് ഇവിടെ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. നമ്മുടെ ഹൈറേഞ്ച് പ്രദേശത്തെ കർഷകർക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്താവുന്ന ഏറ്റവും നല്ല ഒരു പരിപാടിയാണ് ഈ സൂര്യകാന്തി കൃഷി എന്ന് പറയുന്നത്. അവർക്ക് സൂര്യകാന്തിയിൽ നിന്നുള്ള വരുമാനത്തോടൊപ്പം തന്നെ ഇത്തരം ടൂറിസ്റ്റുകളെ ആകർഷിച്ചുകൊണ്ടുള്ള വരുമാനം കൂടി ഉറപ്പാക്കാൻ കഴിയും.
വളരെ നല്ല നിലയിലേക്ക് ഇത്തരം മേഖലയിലേക്ക് കർഷകർ കൂടുതലായി എത്തിച്ചേരണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കഴിഞ്ഞ വർഷം മുട്ടുകാട് പാടശേഖരത്തിൽ 1/2 ഏക്കറിലധികം സ്ഥലം പാട്ടത്തിനെടുത്ത ജിജോ സൂര്യകാന്തി കൃഷി ചെയ്തിരുന്നു. മൂന്നാറിനോട് ചേർന്ന് കിടക്കുന്ന ബൈസൺവാലി പഞ്ചായത്തിലെ മുട്ടുകാട്ടിലുള്ള സൂര്യകാന്തി പാടം കാണാൻ ആയിരക്കണക്കിന് സഞ്ചാരികളാണ് കഴിഞ്ഞ വർഷം എത്തിയത്. ഇതേ തുടർന്നാണ് ഈ വർഷം 40 ഏക്കറിന് സമീപം സ്വന്തമായുള്ള 1 ഏക്കറോളം സ്ഥലത്ത് ജിജോ സൂര്യകാന്തി കൃഷി ചെയ്തത്. ചിത്രകലയുമായി ബന്ധപ്പെട്ട വിവിധ സേവനങ്ങളും പഠനവും ഒരുക്കി ഗാവോസ് ദി ആർട്ടിസ്റ്റ് എന്ന സ്ഥാപനം കട്ടപ്പനയിൽ പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പനയുടെ മണ്ണിൽ കലയുടെ പുതിയ ചരിത്രം കുറിക്കുകയാണ് ഗാവോസ് ദി ആർട്ടിസ്റ്റ് എന്ന സ്ഥാപനം. ചിത്രകലയുമായി ബന്ധപ്പെട്ട സേവനങ്ങളാണ് സ്ഥാപനത്തിൽ നിന്നും ലഭിക്കുന്നത്. പെയിന്റിംഗ് വർക്കുകൾ, ആർട്ട് വർക്കുകൾ, വാട്ടർ കളറിംഗ്, ഓയിൽ പെയിന്റിംഗ്, അക്രിലിക് പെയിന്റിംഗ്, പെൻസിൽ ഡ്രോയിംഗ് തുടങ്ങിയവയ്ക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണിത്. കൂടാതെ ശില്പനിർമ്മാണം, വിൽപ്പന, വിദ്യാർത്ഥികൾക്കായി ജില്ലയിലെ പ്രമുഖ ചിത്രകാരന്മാർ നൽകുന്ന ക്ലാസുകൾ എന്നിവയെല്ലാം സ്ഥാപനത്തിന്റെ സേവനങ്ങളാണ്. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന കട്ടപ്പനയെ വലുതാക്കുക എന്ന ലക്ഷ്യത്തോടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും അത് നമ്മളെ എത്ര നല്ല രീതിയിൽ ആണോ ഈ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അതിനോടൊപ്പം നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നു. ആർട്ടിസ്റ്റ് ജോസ് ആന്റണി ഭദ്രദീപം കൊളുത്തി. ആർട്ടിസ്റ്റ് ഫ്രസ്കോ മുരളീധരൻ ആദ്യ വിൽപ്പന സ്വീകരിച്ചു. ഓർഡർ അനുസരിച്ചാണ് ചിത്രങ്ങൾ വരച്ചു നൽകുന്നത്. ഗ്ലാസ് വർക്കുകൾ, ഫോട്ടോ ഫ്രെയിമിംഗ് എന്നിവയും സ്ഥാപനം ഒരുക്കിയിട്ടുണ്ട്. ഹൈറേഞ്ചിലെ പ്രധാന നഗരമായ കട്ടപ്പനയുടെ മണ്ണിൽ ആദ്യമായിട്ടാണ് ചിത്രകലയ്ക്ക് ഇത്രയേറെ പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരു സ്ഥാപനം പ്രവർത്തനം ആരംഭിക്കുന്നത്. വിജിൽ ടി ബാലന്റെ ഉടമസ്ഥതയിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ഇന്ന് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഗാവോസ് ദി ആർട്ടിസ്റ്റ് എന്ന സ്ഥാപനത്തിൽ നമ്മൾ ആർട്ട് വർക്കുകളാണ് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ പെയിൻറ്റിങ് വർക്കുകൾ, ക്രാഫ്റ്റ് വർക്കുകൾ, വാട്ടർ കളറിങ്, ഓയിൽ പെയിൻറ്റിങ്, അക്രിലിക് പെയിൻറ്റിങ്, അങ്ങനെയുള്ള പെൻസിൽ ഡ്രോയിങ്ങുകൾ, അങ്ങനെയുള്ള ഡ്രോയിങ് വർക്കുകൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ളൊരു ചിത്രകലയ്ക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ളൊരു പ്രസ്ഥാനമാണ്. പിന്നെ ശില്പനിർമ്മാണമുണ്ട്. അതുപോലെ തന്നെ ജില്ലയിലെ പ്രമുഖരായിട്ടുള്ള അധ്യാപകരെ കൊണ്ട് നമ്മളിവിടെ കൊച്ചുകുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള സംരംഭമാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഓർഡർ വരുന്നതിനനുസരിച്ചാണ് ഇപ്പോൾ നമ്മൾ കൂടുതൽ നമുക്ക് വർക്ക്, മ്യൂറൽ പെയിൻറ്റിംഗ് ആണെങ്കിലും അതുപോലുള്ള വർക്കുകളെല്ലാം ഓർഡർ വരുന്നതിനനുസരിച്ചാണ് നമ്മളിപ്പോൾ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്കുള്ള ക്ലാസ് ഉണ്ട്. പിന്നെ അതുകൂടാതെ ഫോട്ടോ ഫ്രെയിമിങ്ങിൻ്റെ വർക്കുകളുണ്ട്. അങ്ങനെ ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകൾ ഒട്ടുമിക്കതും നമ്മൾ ചെയ്യാനുള്ള ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട്, അങ്ങനെ ചെയ്യുന്നുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ ശില്പി KR ഹരിലാൽ, ആർട്ടിസ്റ്റ് AN സാബു, ചിത്രശാല EJ ജോസഫ്, ദർശന, നഗരസഭാ കൗൺസിലർമാരായ ലീലാമ ബേബി, രജിത രമേശ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. സിനിമാറ്റിക് നോവൽ എഴുതി ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ് അയ്യപ്പൻകോവിലിലെ ഒരു ചെറുപ്പക്കാരൻ. പുന്നൂർ ബിബിൻ തോമസ് ആണ് വ്യത്യസ്തമായ രീതിയിൽ നോവൽ എഴുതിയിരിക്കുന്നത്. ഈ ചെറുപ്പക്കാരൻ എഴുതിയ നോവലിന്റെ 300-ലധികം പകർപ്പുകൾ ഇതിനോടകം വിറ്റഴിഞ്ഞു. കായിക മേഖലയിൽ മികവാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ബിബിൻ പിന്നീട് ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയ ശേഷം JPM കോളേജിൽ കായിക അധ്യാപകനായി ജോലി ചെയ്തു വരികയാണ്. പഠനകാലത്ത് കോളേജ് ഹോസ്റ്റലിലെ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന സാഹചര്യത്തിലാണ് പുസ്തകങ്ങൾ വായിക്കുന്നതിനായി സമയം കണ്ടെത്തിയത്. വായിക്കുന്നതിനോടൊപ്പം എന്തുകൊണ്ട് ഒരു നോവൽ എഴുതിക്കൂടാ എന്ന ചിന്ത മനസ്സിലേക്ക് എത്തി. വിവിധ മേഖലകൾ ഉൾപ്പെടുത്തി 171 പേജുകളുള്ള ആൽബട്രോസ് എന്ന സിനിമാറ്റിക് നോവൽ 35 ദിവസങ്ങൾ കൊണ്ടാണ് ബിബിൻ തയ്യാറാക്കിയത്.
കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മാൻകൈൻഡ് പബ്ലിക്കേഷൻസ് വഴി പുസ്തകം വിപണിയിലെത്തിയതോടെ മികച്ച അഭിപ്രായമാണ് ലഭിക്കുന്നതെന്ന് ബിബിൻ പറയുന്നു. ഞാൻ എഴുതിയ ആദ്യത്തെ നോവലാണ് ആൽബർട്രോസ് എന്ന് പറയുന്നത്. ഇത് എഴുതാനുള്ളൊരു പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ സ്കൂളിൽ 18 വർഷമായിട്ട് സ്പോർട്സ് മേഖലയിൽ തന്നെയായിരുന്നു. അപ്പോൾ സ്പോർട്സ് മേഖലയിൽ നിന്ന് പെട്ടെന്ന് മാറി കോളേജിലേക്ക് ജോലി കിട്ടിയപ്പോൾ അവിടെ ഒറ്റപ്പെടലായി. അപ്പോഴത്തേക്കും പോസ്റ്റ് സ്റ്റഡി മാറാൻ വേണ്ടി ഞാൻ കണ്ടുപിടിച്ചൊരു മാർഗ്ഗമാണ്. കാരണം വെച്ചാൽ സർജറി എൻ്റെ കാല് കിടപ്പായതുകൊണ്ട് കളിക്കാനും പറ്റുന്നില്ല. അപ്പോൾ പോസ്റ്റ് ആയതുകൊണ്ട് പുസ്തകം വായന തുടങ്ങി. അങ്ങനെ എന്തുകൊണ്ട് എനിക്കൊരു പുസ്തകം എഴുതിക്കൂടാന്ന ചിന്തകൊണ്ട് ഞാൻ എഴുതി തീർത്തതാണ്. ഒരു 35 ദിവസം കൊണ്ട് 171 പേജ് ഞാൻ പുസ്തകം എഴുതി. പുസ്തകത്തിൻ്റെ കണ്ടൻറ് എന്ന് പറഞ്ഞാൽ നല്ല സൗഹൃദം, സ്പോർട്സ്, ഫാമിലി, കോളേജ് ലൈഫ്. +2 കഴിഞ്ഞ ഒരാൾ വലിയ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കാൻ വരുന്നതിൻ്റെ ഒരു ആദ്യത്തെ ഒരു അനുഭവവും, വലിയ ആൾക്കാരെ കാണുന്നതും, വലിയ കോളേജ്, വലിയ കെട്ടിടങ്ങൾ അങ്ങനെ കാണുന്നു, അവിടെ ഉണ്ടാകുന്ന പ്രണയം, അവിടുത്തെ ക്യാമ്പസ് ലൈഫ്, പിന്നെ സൗഹൃദം, സ്പോർട്സ്, മൊത്തത്തിൽ എല്ലാവരും ഒരു കോംബോയാണ്. ഇപ്പോഴത്തേക്കും എൻ്റെ 2 ആഴ്ചകൾ പുസ്തകം ഇറങ്ങിയിട്ട് 2 ആഴ്ചയ്ക്കുള്ളിൽ 2ാം പതിപ്പ് പുസ്തകം വിപണിയിലെത്തി. അപ്പോൾ അത് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം വായിച്ചവരെല്ലാവരും നല്ല റിവ്യൂ ആണ് പറയുന്നത്. ഒരു സിനിമ കണ്ടു തീർക്കുന്ന രീതിയിലാണ് തോന്നുന്നത്. ഇതിലെ ക്യാരക്ടറാണെങ്കിലും നമ്മളെ ഒത്തിരി മുറിവേൽപ്പിക്കുന്നുണ്ട്. കണ്ണീര് അണിയാതെ ഈ പുസ്തകം വായിച്ചു തീർക്കാൻ പറ്റത്തില്ലെന്നാണ് വായിച്ചവരൊക്കെ പറയുന്നത്. വായിക്കുന്ന ഓരോ ആളുകൾക്കും ഹൃദയത്തിൽ സ്പർശിക്കുന്ന തരത്തിലുള്ള വാക്കുകളും ചിത്രങ്ങളും ഉൾപ്പെടെയാണ് പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കുടുംബത്തിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും പൂർണ്ണ പിന്തുണ ലഭിച്ചതായി ബിബിൻ പറഞ്ഞു. അപ്പം ഒരു പുസ്തകം ഇങ്ങനെ എഴുതിക്കോട്ടെ എന്ന് ഞാൻ ആദ്യം വീട്ടുകാരോട് പറഞ്ഞു. അപ്പോൾ വീട്ടുകാരോട് അതിനിപ്പോൾ എന്താ, ഏത് കാര്യമാണെങ്കിലും നമ്മൾ ചെയ്ത് നോക്കിയാലേ ബാക്കി റിസൾട്ട് വരത്തുള്ളൂ. അപ്പോൾ ഫാമിലിയും എൻ്റെ ഫ്രണ്ട്സും അതുപോലെ എൻ്റെ അപ്പോൾ ഫ്രണ്ട്സാണെങ്കിലും നീ ഇതിനിപ്പോൾ എഴുതണം, ബാക്കി നമുക്ക് നോക്കാം, ബാക്കി എന്ന് വെച്ച് കാണാം. അപ്പോൾ എനിക്ക് നല്ലൊരു ഫാമിലി ആണെങ്കിലും സൗഹൃദമാണെങ്കിലും എല്ലാവരും നല്ലൊരു ബാക്ക് ബോണായിട്ട് എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാട്ടുക്കട്ട സ്വദേശിയായ തോമസിൻ്റെയും ഷാന്റിയുടെയും മകനാണ് ബിബിൻ. ആദ്യ നോവൽ ജനശ്രദ്ധ പിടിച്ചു പറ്റിയതോടെ അടുത്ത സിനിമാറ്റിക് നോവലിൻ്റെ പണിപ്പുരയിലാണ് ഈ യുവ എഴുത്തുകാരൻ. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ശാന്തൻപാറ കാർഡമം പ്ലാന്റേഴ്സ് അസോസിയേഷൻ ഏലക്കാലയിലെ വിവരം. ആകെ ലോട്ട് 73. വിൽപ്പനയ്ക്ക് വന്നത് 14,941. വിൽപ്പന നടന്നത് 14,514. കൂടിയ വില 3,088. ശരാശരി വില 2,801. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 630 രൂപ. ഏലം കൂടിയ വില 2,800. ഏലം ശരാശരി വില 2,500. കാപ്പിപ്പരിപ്പ് 400. ഗ്രാമ്പൂ 925. കൊക്കോ 150. റബ്ബർ 190. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 7,125 രൂപ. വെള്ളി 100. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. നെടുങ്കണ്ടം രാമക്കൽമേട്ടിൽ ഹോം സ്റ്റേ ഉടമയുടെ നേതൃത്വത്തിൽ വിനോദസഞ്ചാരികളെ വളഞ്ഞിട്ട് ആക്രമിച്ചതായി പരാതി. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 12 പേർക്ക് പരിക്കേറ്റു. അതേസമയം വിനോദസഞ്ചാരികൾ തങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയതെന്ന് ഹോം സ്റ്റേ അധികൃതർ. കട്ടപ്പന നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ പഴകിയ മാംസം പിടികൂടി. ചട്ടവിരുദ്ധമായി വിൽപ്പന നടത്തിയതും പഴകിയതുമായ മാംസം പിടികൂടി നശിപ്പിച്ചത് 20 ഏക്കറിൽ പ്രവർത്തിക്കുന്ന കൊട്ടാരം ഫ്രഷ് മാർട്ടിൽ നിന്ന്. പാറത്തോട്ടിലും പരിസര പ്രദേശങ്ങളിലും വർദ്ധിച്ചു വരുന്ന മദ്യം മയക്കുമരുന്ന് മാഫിയകൾക്കെതിരെ ഫലപ്രദമായ നടപടി ആവശ്യപ്പെട്ടും യുവജനങ്ങളിൽ വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ ഉപയോഗം നിയന്ത്രിക്കാൻ ഇടപെടൽ ഉണ്ടാകണമെന്നാവശ്യപ്പെട്ടും പാറത്തോട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ 27-ന് പ്രതിഷേധ ജ്വാല സംഘടിപ്പിക്കും. കമ്പിളികണ്ടത്ത് നിന്ന് ആരംഭിക്കുന്ന പ്രതിഷേധ ജ്വാല പാറത്തോട്ടിൽ സമാപിക്കും.
മൂന്നാർ പോതമേട് സ്വദേശികളുടെ പാലത്തിന് വേണ്ടിയുള്ള പതിറ്റാണ്ടുകളായുള്ള കാത്തിരിപ്പ് സഫലം. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പഴയ മൂന്നാർ ഹെഡ് വർക്ക്സ് ഡാമിന് തൊട്ട് താഴെ നിന്നും മുതിരപ്പുഴയ്ക്ക് കുറുകെ പോതമേട് റോഡിനെ ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു. പുതിയ പാലം നിർമ്മിക്കുന്നത് 6,80,00,000 രൂപ ചിലവിൽ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.